എന്റെ ദൈവമേ, ഇതൊക്കെ സത്യാണോ? സത്യമാണടി, ഈ പകല് പോലെ സത്യം. എന്നാലും കീരിയും പാമ്പുമായിട്ടിരുന്ന നിന്റെ മക്കള് ഞാനൊന്ന് കാശി വരെയും പോയി വന്നപ്പോഴേക്കും അടേം ചക്കരയായി മാറിയല്ല. ഒരു ദിവസം ഞാൻ രാവിലെ എഴുന്നേറ്റ് അടുക്കളയിലോട്ട് ചെല്ലുമ്പോൾ രണ്ടും അടുക്കളയിലുണ്ട്. സത്യം പറഞ്ഞാൽ ഞാനൊന്ന് ഞെട്ടി. എന്നിട്ട് എടി എന്താടി? ആ അമ്മേ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എന്താടി രണ്ടുപേരും കൂടി അടുക്കളയിൽ രാവിലെ തന്നെ പരിപാടി? അയ്യോ ഒന്നുമില്ലമ്മേ, ചേച്ചി രാവിലെ എണീക്കാൻ വേണ്ടി അലാറം വെച്ചിരുന്നു. അപ്പൊ അലാറിന് അടിക്കുന്ന വെച്ചേട്ടപ്പോ ഞാനും എഴുന്നേറ്റ്. അപ്പൊ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് കുക്ക് ചെയ്ത്. അമ്മേ, ഇനി മുതൽ അമ്മക്ക് റെസ്റ്റ് ആണ് കേട്ടാ. ഞങ്ങള് ഫ്രീ ഉള്ള ദിവസം ഞങ്ങൾ രണ്ടുപേരും കൂടി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിക്കോളാം. അതെ അതെ, ചേച്ചിക്ക് ക്ലാസ് ഉള്ളപ്പോൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കും, എനിക്ക് ക്ലാസ് ഉള്ളപ്പോൾ ചേച്ചി ഉണ്ടാക്കും. പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ക്ലാസ് ഇല്ലാത്ത ദിവസം ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടാക്കും. അമ്മക്ക് പുട്ട് ഇഷ്ടമല്ലാത്തോണ്ട് അവള് 2 ഗോതമ്പപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അമ്മ അങ്ങോട്ട് ചെന്നോ, പത്രമൊക്കെ വായിച്ചിരിക്കും. ഞാൻ അപ്പേക്ക് ഒരു ചായ എടുത്തുകൊണ്ട് വരാം കേട്ടാ. ഇതെന്റെ മക്കള് തന്നെയാണോ എന്ന് ഓർത്തിട്ടായിരുന്നു എനിക്ക്. അത് തന്നെയാണ് ഞാനും ഇപ്പം ആലോചിച്ചത്. പിന്നൊരു ദിവസം വേറൊരു സംഭവം ഉണ്ടായടി. എന്ത് സംഭവം? അതെടി, ഒച്ചപ്പാടും ബഹളവും കേട്ടാണ് ഞാൻ അങ്ങോട്ട് ചെന്നത്. എടി എനിക്ക് വേണ്ടടി, എനിക്ക് ഇതുപോലെ തന്നെ ഒരെണ്ണുണ്ട്. ഇത്രയും കളറില്ല, ഇതിനെക്കാട്ട് ലൈറ്റ് കളറാ. എൻ്റെ ചേച്ചി, ഞാൻ എത്ര തവണ പറഞ്ഞു അത് എടുത്തോളാൻ. എന്താടി, എന്തു പറ്റി? അതമ്മേ, ഇത് ഈ ഡ്രസ്സേ എനിക്ക് കഴിഞ്ഞ ക്രിസ്മസ് സെലിബ്രേഷന് കിട്ടിയതാണ്. അപ്പം അന്ന് ചേച്ചി ചോദിച്ചപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ കൊടുത്തില്ല. പിന്നെ എനിക്കത് ഇട്ട് നോക്കിയപ്പോൾ ഒരു ഭംഗിയും തോന്നിയില്ല. അവിടെ ഞാനതെടുത്ത് അലമാരിൽ വെച്ചേക്കുന്നത്. ചേച്ചി ഇട്ട് നോക്കിയപ്പോൾ നല്ല പാകം, കറക്റ്റ് പാകം, നന്നായിട്ട് ചേർന്നുണ്ട്. എന്നിട്ട് എടുത്തോളാൻ വേണ്ടിട്ട് എടുക്കണില്ലെന്നേ. അതാണ്, ഞാൻ പേടിച്ചു പോയി. അമ്മ, എനിക്കിത് ഇഷ്ടപ്പെട്ട് ശരിയാണ്, പക്ഷെ അത് അവക്ക് കിട്ടിയ ഡ്രസ്സല്ലേ, അപ്പം ഞാനിരുന്നത് ശരിയല്ലല്ലോ. അതൊന്നും നോക്കണ്ട മോളെ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രസ്സ് മാറിയിരുന്നത് നല്ല കാര്യമല്ലേ. ചേച്ചി അത് എടുത്തോ, എനിക്ക് വേണ്ട, എനിക്ക് ആ കളർ ചേരൂലെന്നേ. പിന്നെ നിനക്ക് ഈ കളറൊക്കെ ചേരും, നിനക്ക് തോന്നുന്ന ഈ കളറൊന്നും ചേരൂലെന്ന്. ചേച്ചി ആ ഡ്രസ്സ് ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട്, ചേച്ചി അത് എടുത്തോ, ഇനി ഒന്നും നോക്കണ്ട, അത് എടുത്തോ. എന്നിട്ട് എന്തുണ്ടായി? എന്നിട്ട് എന്താവാൻ? എൻ്റെ കിളി പോയി വാസന്തി. അതെന്താണ്? എൻ്റെ വാസന്തി, അത് കഴിഞ്ഞ് മൂത്തവൾ കുറേ ഡ്രസ്സ് എടുത്തുണ്ടെന്ന് ഇവക്ക് കൊടുത്ത്, ഇവളുടെ മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടുപോയി അവക്ക് കൊടുത്ത്. എനിക്കിത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണ തലകറക്കം വന്നിട്ട് വയ്യായിരുന്നു. ഇതല്ല, നിന്റെ മക്കൾ ഇങ്ങനെയല്ല. അതെ, അതെനിക്കും അറിയാം. അല്ലടി, ഇതുപോലെ നിന്റെ മക്കൾ മാറാൻ നീ എന്താണ് ചെയ്തത്? അത് നീ എന്തെങ്കിലും കടുങ്കൈ ചെയ്താടി? ചെയ്ത്. എന്ത്? ഞാൻ എൻ്റെ നേരാങ്ങളെ വിളിച്ച്. നിന്റെ നേരാങ്ങളെ വന്ന് രണ്ടിനെയും തല്ലിയ വശതേക്കിയ? പിന്നെ തല്ലുകൊണ്ടാ ഒന്നും മിണ്ടാണ്ട് എൻ്റെ മക്കൾ പോകുന്നാണ് വാസന്തി വിചാരിച്ചിരിക്കണത്. തല്ലിയത് ആരായാലും, അച്ഛനായാലും മാമനായാലും അവർ തിരിച്ചു ചെല്ലും. എന്നാ പിന്നെ നീ ആങ്ങളെയും കൊണ്ട് വല്ല കൂടോത്രവും ചെയ്യിപ്പിച്ച? കൂടോത്രത്തിലൊന്നും ഇവളുമാര് ഒതുങ്ങൂലടി. പിന്നെ നീ എന്താണ് ചെയ്തത്? എടി അതെ, ഞാൻ എന്ത് ചെയ്തെന്നാ, എന്നാലും എന്തടി, നീ ഒരു ഭയങ്കര സാധനം തന്നെ. സ്വന്തം പിള്ളേരോടൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പറ്റിക്കാൻ പറ്റുമോ? ഇതുപോലത്തെ സ്വസ്ഥത കളയണ മക്കളാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് പറ്റിക്കാടി. അതിന് ശേഷമാണ് ഞാൻ സ്വസ്ഥതയും സമാധാനവും എന്താണെന്ന് അറിഞ്ഞത്. എന്നാലും അവർ കല്യാണം എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടാവൂലേടി. പിന്നെ എൻ്റെ മക്കളെ എനിക്ക് അറിഞ്ഞൂടെ, അമേരിക്ക ഡോക്ടർ എന്നൊക്കെ കേട്ടപ്പോൾ നെഞ്ചും തല്ലി അതുങ്ങൾ വീണാണ്.
കല്യാണമേ വേണ്ടാന്ന് പറഞ്ഞ ഇളയവള് ജെൻസി ആയിട്ടുള്ളവളെ അവള് വരെ കല്യാണത്തിന് സമ്മതിച്ചെങ്കി എന്റെ നേരാങ്ങളെ വന്ന് എന്തൊക്കെ പറഞ്ഞു ഊഹിക്കല്ല. എന്തായാലും നിന്റെ ബുദ്ധിയല്ലേ, അത് എത്രത്തോളം ഉണ്ടാവൂന്ന് എനിക്ക് ഊഹിക്കല്ല. എന്തിയേ രണ്ടും ഇപ്പൊ ഇവിടെ ഇല്ലേ? ഉണ്ട്. രണ്ടും കൂടി അസൈൻമെന്റ് എഴുതണാണ്. രണ്ടാമത്തോള് ബിഎഡിന് ചേർന്നല്ല, അപ്പൊ അതിന്റെ എന്തോ അസൈൻമെന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ രണ്ടും കൂടി ചേർന്നിരുന്ന് എഴുതിയാണ്. എന്നാ ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ. വൈകിട്ടാവുമ്പേ നീ അങ്ങോട്ട് വാ, ഞാൻ ഈ ചക്ക തരാം. കാശിക്ക് പോണേന് മുമ്പ് മൂത്തിട്ട് എല്ലാവർക്കും കൊടുത്തിട്ട് പോവാന്ന് വിചാരിച്ചപ്പോ മൂത്തില്ല. അത് കഴിഞ്ഞ ഇപ്പൊ വന്നപ്പോഴേക്കും മൂത്ത് പഴുത്ത് നിലത്ത് വീണ്. ചേട്ടൻ രാവിലെ തുടങ്ങി ഉച്ച വരെ അതായിരുന്നു പണി, കോരിക്കളയല്. ഇപ്പൊ മൂത്തത് 3-4 എണ്ണം പറിച്ചു വെച്ചിട്ടുണ്ട്. പിള്ളേർക്കും കൊടുക്കാം, അപ്പൊ ഇങ്ങടും അവിടെ കൊടുക്കാല്ലാന്ന് ഓർത്തിട്ടെ. നേരാങ്ങളെ, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം തന്നെ. ഇപ്പൊ രണ്ടും നല്ല സ്നേഹത്തിലാണ്, തല്ലുടിയൊന്നുമില്ല. ഓ, അപ്പൊ എല്ലാം ശരിയായല്ലേ? ശരിയായിന്ന് മാത്രമല്ല, അടയും ചക്കരയും പോലെയാണ്. എപ്പോഴും ഒന്നിച്ച് പുറത്തു പോകണമെങ്കിൽ ഒന്നിച്ച്, തിരിച്ചു വരുമ്പോൾ ഒന്നിച്ച് കിടക്കണത് പിന്നെ പണ്ടേ ഒന്നിച്ചായിരുന്നു. പക്ഷെ ഇപ്പൊ ഒരു സ്വസ്ഥതയും സമാധാനം ഒക്കെ ഉണ്ട്. ചേട്ടനും അതെ, സമാധാനമായിരിക്കുകയാണ്. ഇപ്പൊ അടുത്ത മാസം 28-ാം തീയതി ചേട്ടൻ നാട്ടിലോട്ട് ലീവിന് വരാൻ വേണ്ടി ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. എന്നാ ഞാൻ ഇറങ്ങട്ടെ കേട്ടാ, നിങ്ങൾ സംസാരിച്ചിരിക്കി. വൈകിട്ടത്തെ കാര്യം മറക്കണ്ട കേട്ടാ. ആടി ശരി, ഞാൻ വരാം. നീ അതെന്തിനാണ് ആ പെണ്ണിന്റെ മുന്നിൽ വെച്ച് പറഞ്ഞത്? ആ പെണ്ണ് പോയി 2-3 ആൾക്കാരോട് പറഞ്ഞ അതെങ്ങാനും ഇവളുമാരുടെ ചെവിട്ടിലെത്തി കഴിഞ്ഞാ കുടുംബം തകരൂലേടി. അയ്യോ, അവളൊരു പാവമാണ്, എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ്. ഇവിടെ ഉള്ളതിൽ വെച്ചിട്ടേ കുറച്ച് ദിവസം കൂടി ഉണ്ടാവില്ല കാശിക്കുവയ്ക്കുന്ന അവളും ഭർത്താവും കൂടി. അപ്പം അതിൻ്റെ വിശേഷമൊക്കെ പറയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നാണ്. ഞാൻ അന്നത്തെ കാര്യവും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. വന്ന കാലിൽ തന്നെ കഥ നേരങ്ങൾ കയറി ബാ. എന്തി രണ്ടുപേരും അകത്തുണ്ട്, അസൈൻമെന്റ് എന്തോ എഴുതുകയാണ്. രമ്യ രശ്മി ദേ ഇങ്ങോട്ട് വന്നേ, മാമൻ വന്നിട്ടുണ്ടാ. എന്തുണ്ട് രണ്ടുപേർക്കും വിശേഷം? ഒന്നുമില്ല മാമ, സുഖമായിട്ട് പോണു. പിന്നെ ഇവള് ബിഎഡിന് ചേർന്നായിരുന്നു. അത് കഴിഞ്ഞ ദിവസം ഇവള് വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു. നേരങ്ങൾക്ക് എന്താണ് കുടിക്കാൻ എടുക്കേണ്ടത്? വെള്ളം വേണോ ചായ വേണോ? എനിക്ക് വയറ് 2 ദിവസം സ്തംഭനമാണ്, അതുകൊണ്ട് തിളപ്പിച്ച വെള്ളം മതി. രാവിലെ പഴങ്കഞ്ഞിയാണ് കുടിച്ചതേ. ഞാൻ എടുക്കാമേ. എങ്ങനെയുണ്ട് അവരിപ്പ? ഇപ്പൊ നല്ല സ്നേഹത്തിലാണ് നേരങ്ങളെ. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണുണ്ടാലേ നമ്മുടെ കണ്ണ് നിറഞ്ഞു. നമുക്ക് അവരോട് ആ ഉള്ള കാര്യം അങ്ങോട്ട് പറഞ്ഞാലാ? അത് വേണ്ടടി, പിന്നെയും തല്ലൂടി ആയാലാ? ആവോ അങ്ങനെ? ഇപ്പൊ അങ്ങനെ തന്നെ പോട്ടേടി, നീ ആരോടും പറയാൻ നിക്കണ്ട. സമയാവുമ്പോ പറയാം നമുക്ക് തന്നെ. മാമൻ ചോറ് കഴിച്ചിട്ട് പോയാ മതിട്ടാ. ഓ, അതൊന്നും വേണ്ട മോളെ. വേണ്ടാന്നോ? മാമന് ഇഷ്ടമുള്ള ചെമ്മീൻ കറി ഉണ്ട്. മാമന് ചെമ്മീൻ കറിയേക്കാൾ ഇഷ്ടം കാളംകുറുക്ക. അതുകൊണ്ട് മാമ കഴിച്ചിട്ട് പോവാ. ഒന്ന് പോയേരി, മാമന് ഇഷ്ടം ചെമ്മീൻ കറിയാണ് അല്ലേ മാമ? അത് കഴിഞ്ഞതിന് മുന്നത്തെ പ്രാവശ്യം വന്നപ്പോ മാമൻ പറഞ്ഞല്ല എനിക്ക് എല്ലാ കറികളെക്കാളും ഇഷ്ടം കാളംകുറുക്കാണെന്ന്. എനിക്കത് ഓർമ്മയുണ്ട്. അങ്ങനെ എങ്ങാനും മാമൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് മറക്കുമൊന്നുമില്ല. മാമൻ അങ്ങനെ പറഞ്ഞായിട്ട് ഞാൻ ഓർക്കുന്നു പോലുമില്ല. നീ വെറുതെ ഒന്നും പറയണ്ട. ഇവര് പിന്നെ അടി തുടങ്ങി എന്നുള്ള തോന്നണത്. നിന്നേക്കാൾ കൂടുതലേ മാമന്റെ കാര്യങ്ങൾ അറിയണ എനിക്കടി. അതെ, പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി, എനിക്കല്ലേ എന്റെ മാമൻ അറിയൂ. തുടങ്ങിയല്ലേ, പിന്നെ അടിപിടുത്തം തുടങ്ങിയല്ലേ?
എനിക്കറിയായിരുന്നു ഇവളെന്നോട് പറഞ്ഞ് ഭയങ്കര സ്നേഹമായിരുന്നു. എത്ര സ്നേഹമുള്ളതാണെങ്കിലും ട്വിൻസ് 2 നാളല്ലേ, അപ്പൊ ഇതേ നടക്കുള്ളൂ എനിക്കറിയായിരുന്നു. പക്ഷെ ഇവള് പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചായിരുന്നിട്ട പാതി. അതിനാരിവിടെ തല്ലുടിച്ച്? അമേരിക്ക ഡോക്ടർ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോ കുറച്ചു നേരത്തേക്കൊക്കെ തല്ലുടിക്കാതിരിക്കും, പിന്നെ പഴയ പോലെ ആവും. എന്നാലും എടി നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിട്ടാ. കുറച്ച് ദിവസമാണെങ്കിൽ ഇവരെ ഒരുമിച്ച് കൊണ്ടുപോകാൻ നിനക്ക് പറ്റിയില്ലേ, അത് തന്നെ വലിയ കാര്യം. എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ പറയണത്? എടി മോളെ, എനിക്കറിയായിരുന്നു എത്ര തന്നെ നല്ല കല്യാണാലോചന ആയാലും നിങ്ങൾ തമ്മിൽ തല്ലുടി മാറൂലെന്ന്. പക്ഷെ ഇവളങ്ങോട്ട് പറഞ്ഞ ഇവളുടെ ഐഡിയ ഏറ്റുന്നൊക്കെ പറഞ്ഞു വന്നപ്പോ എനിക്കും തോന്നി ചെറുതായിട്ട് ഐഡിയ ഏറ്റ പോലെ. പക്ഷെ എനിക്ക് ഇപ്പൊ മനസ്സിലായി ഐഡിയ ഏറ്റിട്ടില്ലെന്ന്. എന്റെ പൊന്ന് ചേട്ടാ, ഇത് നിങ്ങൾ നന്നാവാനൊന്നും പോണില്ല. നന്നാവണമെങ്കിൽ നല്ല പെട രണ്ടിന്റെയും ചന്തി നോക്കി നല്ലോണം കൊടുക്കണം, അപ്പം ശരിയാവും. എന്റെ കയ്യിലൊന്ന് കിട്ടട്ടെ, ഞാൻ അടിച്ച് ചെരുപ്പ് മാറ്റിത്തരാം, ഇവള് പാവായതുകൊണ്ട്. എന്റെ ദൈവം, ഇവളെല്ലാം കൊള്ളാക്കിയല്ലോ. ഓ, രണ്ടുപേരും കൂടി അപ്പ ഞങ്ങളെ പറ്റിച്ചതാണല്ലേ? അത് മോളെ വേണ്ട മാമ, വിശദീകരിക്കൊന്നും വേണ്ട. ഇപ്പൊ ചേച്ചി വന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. അയ്യോ പണിപാളിയാ, ഇവരതറിഞ്ഞിട്ട് തല്ലുടിക്കല്ലായിരുന്നാ? മക്കളെ, രണ്ടുപേർക്കും മാമനോട് ഒരു ദേഷ്യം തോന്നണ്ടട്ടാ. മാമനോട് ഞാനാണ് അതൊക്കെ ഇവിടെ വന്ന് പറയാൻ പറഞ്ഞത്. മാമൻ അല്ലാതെ ഒന്നും തെറ്റൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ തല്ലുടിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമായിരുന്നു. അപ്പൊ തല്ലുടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാ. അത് കുഴപ്പമില്ല അമ്മേ, ഒരു നുണയിലൂടെ ആണെങ്കിലേ ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന സ്നേഹം അമ്മക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റിയല്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അടിപൊളിയായിരുന്നു അമ്മേ. ഇത്രയും കാലം ഞാനും ചേച്ചി ഇവിടെ ജീവിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഞങ്ങൾ ജീവിച്ചിട്ടില്ല, അല്ലേ ചേച്ചി? അതെ, സത്യം തന്നെ. എൻ്റെ ദൈവമേ, എല്ലാം ഓക്കെ ആയത് നന്നായി, ഇല്ലെങ്കിൽ ഇവളെന്നെ കൊന്നേനെ. മാമൻ അന്ന് പറഞ്ഞ അമേരിക്കക്കാരൻ ഡോക്ടർ അത് ഒരു നുണയായിരുന്നു ട്ടാ, സത്യല്ല. മനസ്സിലായി. പക്ഷേ ഞാൻ ഇന്ന് ഇങ്ങോട്ട് വന്നതേ, കാനഡയിൽ ഒരു ട്വിൻസ് ഉണ്ട്. ട്വിൻസ് പെണ്ണുങ്ങളെ തന്നെ വേണമെന്നും പറഞ്ഞുണ്ട്. അവരുടെ കേസ് പറയാൻ വന്നതാ. ഫോട്ടോ ഉണ്ടോ? ആ ഉണ്ട്, ഞാൻ അമ്മയുടെ ഫോണിലോട്ട് വൈകുന്നേരം അയക്കാം. കൊള്ളാല്ലേടി? എനിക്കിഷ്ടായി. എനിക്ക് ഇയാൾ ഇഷ്ടപ്പെട്ടു, നിനക്ക് അയാൾ ഓക്കെ അല്ലേ? ഇഷ്ടായി. അപ്പം മാമനോട് ഓക്കെ എന്ന് പറയാല്ലേ?